ഇപ്പോൾ എം.പി. രാജേഷ് മാധ്യമങ്ങളെ കാണുന്നതിലേക്ക്. നികുതി കുത്തനെ കുറച്ചു കൊടുത്ത് മദ്യകുത്തകയെ സഹായിക്കാൻ നടത്തിയ ഡീൽ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതാണ് അവാസ്തവങ്ങളും അസത്യങ്ങളുമാണ് അദ്ദേഹം രക്ഷപ്പെടാനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി അവാസ്തവങ്ങൾ നിറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് എം.വി. ഗോവിന്ദൻ മാഷ് എക്സൈസ് മന്ത്രി ആയപ്പോഴാണ് നികുതി കുറയ്ക്കാനുള്ള നീക്കം തുടങ്ങിയത് എന്നാണ്. അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഉദ്ധരിച്ച ഫയൽ പറയുന്നത് എന്താണ്? വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നിർവചനം എന്താണ് എന്ന് വ്യക്തമാക്കി പുനഃസമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവിടെ നികുതിയുടെ പ്രശ്നമേ വരുന്നില്ല. അത് തന്നെ ചെയ്തത് എങ്ങനെയാണ്? LDF മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2022-23 മദ്യനയം, ആ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നിർവചനം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടത്. അതെല്ലാം സുതാര്യമായി നടന്ന കാര്യങ്ങളാണ്, ഞങ്ങൾ വിശദീകരിച്ച കാര്യങ്ങളാണല്ലോ. അതും ഇതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? വീര്യം കുറഞ്ഞ മദ്യം അനുവദിക്കാനുള്ള ചട്ടഭേദഗതി LDF തന്നെയാണ് കൊണ്ടുവന്നത്. 3 കാറ്റഗറികളിലായി. അതൊക്കെ ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചതാണ്. ഹോർട്ടി വൈൻ, ഹോർട്ടി ലിക്വർ, ലോ സ്ട്രെങ്ത് ആൽക്കഹോൾ. 3ഉം നയത്തിൽ പറഞ്ഞ് LDFൻ്റെയും ക്യാബിനറ്റിൻ്റെയും അനുമതിയോടെ ജനങ്ങളുടെ മധ്യത്തിൽ അവതരിപ്പിച്ച് പിന്നെ നടപടിക്രമങ്ങൾ പാലിച്ച് ചട്ടം ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും നികുതി കുറയ്ക്കുന്നതിനെക്കുറിച്ച് LDF ആലോചിച്ചിട്ടില്ല. എന്നിട്ട് മുഖ്യമന്ത്രി ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞു, അവസാനം നികുതി കുറയ്ക്കാൻ ധാരണയായി തെരഞ്ഞെടുപ്പായതുകൊണ്ട് നടപ്പാക്കാതിരുന്നതാണെന്ന്. ഈ പച്ചക്കള്ളം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാവണം. അതൊന്നും അദ്ദേഹം തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ ശീലം അദ്ദേഹത്തിനില്ല. പണ്ട് ഞാൻ എക്സൈസ് മന്ത്രിയായിരിക്കെ ഡൽഹി മദ്യനയ കേസിലെ പ്രതിയായ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ K. കവിത സ്പീക്കറായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചു എന്ന്, അതിൻ്റെ ഭാഗമാണ് LDFൻ്റെ മദ്യനയം എന്നൊക്കെ ആരോപണം ഉന്നയിച്ച ആളാണ് ശ്രീ V.D. സതീശൻ. ആ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച മലയാള മനോരമ തിരുത്തുകയും തെറ്റായ വാർത്ത കൊടുത്തതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശ്രീ V.D. സതീശൻ അത് തിരുത്താനോ ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറായിട്ടില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് അവസാന നിമിഷം വരെ LDF ശ്രമിച്ചു, നടന്നില്ല എന്നാണ്. തെരഞ്ഞെടുപ്പ് കാരണം നടന്നില്ല. എന്താ വസ്തുത? ഇപ്പോൾ ചട്ടഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം അനുവദിച്ചുകൊണ്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ 6/1/2023 വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഗസറ്റിൽ അത് 11/1/2023 പ്രസിദ്ധീകരിച്ചു. 11/1/2023 തുടർന്ന് കമ്പനിയുടെ അപേക്ഷ കിട്ടി, അത് ഫയലായി. 23/2/23 ശേഷം ഈ സതീശൻ ഗവൺമെൻറ് അധികാരത്തിൽ ഏൽക്കുന്നത് വരെ ആ ഫയൽ അനങ്ങിയിട്ടില്ല. എത്ര കാലം? 3 കൊല്ലവും 5 മാസവും ആ ഫയൽ LDF ഭരണം തീരുന്നത് വരെ, 3 വർഷവും 5 മാസവും LDF ഭരണം തീരുന്നത് വരെ ആ ഫയൽ അനങ്ങിയിട്ടില്ല. നമുക്കിപ്പോൾ ഫയൽ മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി കിട്ടുമല്ലോ. മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാൽ അത് പൊളിക്കുന്ന വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഇപ്പം ആർക്കും കിട്ടില്ലേ? എന്നിട്ട് അദ്ദേഹം പറയാണ് അവസാനം ശ്രമിച്ചു എന്നാണ്. എന്നാൽ അദ്ദേഹം അതിൻ്റെ രേഖ പുറത്തുവിടട്ടെ. എന്ത് ശ്രമമാണ് LDF നടത്തിയത്? ഒരു കടലാസ് കൊണ്ട് അദ്ദേഹത്തിന് പുറത്തുവിടാൻ പറ്റുമോ? വസ്തുത എന്താ? LDF ഭരണത്തിൽ 3 വർഷവും 5 മാസവും അനങ്ങാതിരുന്ന ഫയൽ ശ്രീ V.D. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാണ്
18-ാം തീയതി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. 21-ാം തീയതി 3.5 കൊല്ലത്തിന് ശേഷം ഫയൽ ഉയർത്തെഴുന്നേറ്റു. നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? 21-ാം തീയതി, മെയ് 21-ാം തീയതി. എന്തൊരു വേഗവും തിടുക്കവുമാണെന്ന് നോക്കണം. ഇത് പ്രകടന പത്രികയിൽ പറയാത്ത കാര്യമാണെന്ന് സുധീരൻ പറഞ്ഞു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ തിടുക്കം കണ്ടില്ല, ഈ വേഗം കണ്ടിട്ടില്ല. 3-ാം നാൾ എപ്പോ 3:59 ഫയൽ നീക്കം ആരംഭിക്കുന്നു. ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. അതിവേഗത്തിൽ ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. വളരെ പെട്ടെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. വൈകുന്നേരം 6:33 ആവുമ്പോൾ ഫയൽ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുന്നു. ഏത് മുഖ്യമന്ത്രിയായതിൻ്റെ 3-ാം ദിവസം. വളരെ വ്യക്തമല്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഫയൽ നീക്കം നടന്നത്. അല്ലെങ്കിൽ 3.5 കൊല്ലമായിട്ട് ചത്തുകിടന്ന ഫയൽ ഉയർത്തെഴുന്നേറ്റ് ശരവേഗത്തിൽ ഉസൈൻ ബോൾട്ടിനെ തോൽപ്പിക്കുന്ന വേഗത്തിൽ ഓടി എങ്ങനെയാണ് വി.ഡി. സതീശന്റെ കയ്യിലെത്തുന്നത്? അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രത്യേകം ആവശ്യപ്പെട്ട് വരുത്തിയതാണ് ആ ഫയൽ. എന്നിട്ട് അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ പറയാണ്, ടാക്സിന്റെ പ്രപ്പോസൽ വേഗത്തിലല്ലേ നടക്കുക, അത് ബജറ്റ് വരുന്നതിൻ്റെ തലേ ദിവസം അർദ്ധരാത്രിയല്ലേ പ്രസിലേക്ക് വിടുക എന്നൊക്കെ തട്ടി വിടുകയാണ് അദ്ദേഹം.